ഹലോ എവ്രി വൺ, എല്ലാവർക്കും MLT അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻ ഹിസ്റ്റോപത്തോളജിയാണ്. ഹിസ്റ്റോപത്തോളജിയിൽ ടിഷ്യൂ പ്രോസസ്സിംഗ് വരെയുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചില റിവ്യൂസും ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ഫിക്സേഷൻ ഇസ് കോമൺലി റെക്കമെൻഡഡ് ഫോർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്? Option A, immersion fixation, B, vapor fixation, C, spray fixation, and D, perfusion fixation. So, this is different types of fixation, not the different types of fixatives, the different mechanism of fixation. Okay, so question is brain and spinal cord commonly recommend this type of fixation. So, the answer is perfusion fixation. Perfusion fixation is organ fixatives perfuse. So, commonly we use fixative 10% formal saline and this is commonly used in research purposes. Okay, മറ്റുള്ള ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇമ്മേർഷൻ ഫിക്സേഷൻ നമ്മൾ നോർമലി ഹിസ്റ്റോപത്തോളജിയിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇമ്മേർഷൻ ഫിക്സേഷൻ ആണ്. അതായത് ഫിക്സേറ്റീവ്സിൽ ടിഷ്യൂസിനെ ഇമ്മേഴ്സ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ദെൻ സ്പ്രേ ഫിക്സേഷൻ. സ്പ്രേ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറ്റോളജിയിൽ പഠിച്ചതാണ് കോട്ടിംഗ് ഫിക്സേറ്റീവ്സ് അല്ലെങ്കിൽ സ്പ്രേ ഫിക്സേറ്റീവ്. ഡയഫൈൻ ഓർ കാർബോവാക്സ് ആണ് കോമൺ ആയിട്ടും ഉപയോഗിക്കുന്നത്. സൈറ്റോളജിക്കൽ സ്മിയേഴ്സിനെ പ്രിസർവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. മെയിലിംഗ് ഓഫ് സ്മിയേഴ്സിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. ആൻഡ് 10 to 12 inches അല്ലെങ്കിൽ 25 to 30 centimeters ആണ് ഐഡിയൽ ഡിസ്റ്റൻസ് ടു വിച്ച് the spray fixatives are sprayed onto the glass slide. അതുപോലെ വേപ്പർ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപ്രിന്റ്സിനും അതുപോലെ തന്നെ ബ്ലഡ് സ്മിയർ ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കോമൺലി വേപ്പർ ഫിക്സേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടാൽഡിഹൈഡ് ആൻഡ് ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്. സോ ഇതൊക്കെയാണ് ഈ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ വേറെ ഫിക്സേറ്റീവ്സ് ഓർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ഡ്രൈയിങ് ഇസ് അനദർ മെത്തേഡ്. അവിടെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ അറ്റ് -160 degree centigrade ആണ് യൂസ് ചെയ്യുന്നത് ഫ്രീസ് ഡ്രൈയിങ്ങിന്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സേഷൻ. Now question number 2, the thickness of tissue bits are usually option A 1 centimeter, B 4 millimeter, C 10 millimeter and D 2 centimeter. So ideally നമ്മൾ ടിഷ്യൂ പ്രോസസ്സിംഗിന് വേണ്ടി എടുക്കുന്ന ടിഷ്യൂ ബിറ്റ്സിന്റെ തിക്നെസ് എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടിഷ്യൂ ബിറ്റിന്റെ തിക്നെസ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി ഫിക്സേറ്റീവ് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പ്രോസസ്സിംഗ് ഫ്ലൂയിഡ്സും ആ ടിഷ്യൂ ബിറ്റിലേക്ക് ഈസിലി പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിക്നെസ്സേ എന്തിനുണ്ടാവുള്ളൂ, ബിറ്റിന് ഉണ്ടാവാൻ പാടുള്ളൂ. സോ ദി ഐഡിയൽ തിക്നെസ് ഈസ് 4 millimeter. ഓക്കെ, ആൻഡ് ഈ 4 millimeter ടിഷ്യൂസിനെ ഫിക്സ് ചെയ്യാൻ ഒരു 8 hour ടൈം വേണം എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. ആൻഡ് പെനിട്രേഷൻ കപ്പാസിറ്റി ഓഫ് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ 1 മണിക്കൂറിൽ 1 millimeter ടിഷ്യൂസ് ഏരിയനെയാണ് ഫിക്സേറ്റീവ്സ് കവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫിക്സേറ്റീവിന്റെ pH ഇസ് ഇമ്പോർട്ടന്റ്. ഒരു 6 to 8 എന്ന് പറയുന്ന pHലാണ് നോർമലി നമ്മൾ ടിഷ്യൂസിനെ ഫിക്സ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വോളിയം ചേഞ്ച് ഡ്യൂറിങ് ഫിക്സേഷൻ, മറ്റുള്ള പ്രോസസ്സിംഗ് എല്ലാം കൂടി കഴിയുന്ന സമയത്ത് ടിഷ്യൂസിന്റെ വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. അതായത് ഷ്രിങ്കേജ് വരുന്നുണ്ട് ടിഷ്യൂസിന്. ഒരു 33% വരെ ടിഷ്യൂ ഷ്രിങ്കിങ്, ഫിക്സേഷൻ തുടങ്ങി ടിഷ്യൂനെ എംബഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഒരു 33% ഷ്രിങ്കേജ് സീൻ ഇൻ ഓൾ ദ ടിഷ്യൂസ്. Okay, now question number 3, an example of a tolerant fixative. Option A acetic acid, B methanol, C mercury containing fixative and D formalin. So tolerant fixative എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the best example is formalin. Okay, മറ്റുള്ള ഫിക്സേറ്റീവ്സിലേക്ക് നോക്കാം. മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണ് ഇൻടോളറന്റ് ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്സിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെങ്കേഴ്സ് ഫ്ലൂയിഡ്, ഹെയ്ഡൻ ഹെൻസൂസ, AZ ഫിക്സേറ്റീവ് എന്നൊക്കെ പറയുന്നത് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണ്. അതുപോലെ തന്നെ കാർണൈസ് ഫ്ലൂയിഡും ഒരു ഇൻടോളറന്റ് ഫിക്സേറ്റീവ് ആണ്. സോ ടോളറന്റ് ഫിക്സേറ്റീവിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫോർമലിനും ഇൻടോളറന്റ് ഫിക്സേറ്റീവിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെർക്കുറി കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണ്. പിന്നെ ഫിക്സേറ്റീവ്സിന് നമുക്കറിയാം ഓരോ ഫിക്സേറ്റീവ്സിനും ഓരോ ആക്ഷൻ ആണ്. അതായത് അത് ടിഷ്യൂവിനെ ഫിക്സ് ചെയ്യുന്നത് പലതരം മെക്കാനിസം വഴിയാണ്. സം ഫിക്സേറ്റീവ്സ് ആർ പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ് ഏജന്റ്സ്. ഓക്കെ, പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ് ഏജന്റ്സിന് എക്സാമ്പിൾ ആണ് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടാൽഡിഹൈഡ് പോലെയുള്ള ഫിക്സേറ്റീവ്. അതേപോലെ ചില ഫിക്സേറ്റീവ്സ് പ്രോട്ടീൻസിനെ precipitate ചെയ്യും, coagulate ചെയ്യും ചെയ്തിട്ടാണ് ടിഷ്യൂനെ ഫിക്സ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മെത്തനോള്, എത്തനോള്, എസറ്റോൺ എന്നുള്ളതൊക്കെ. അതുപോലെ ചില ഫിക്സേറ്റീവ്സ് ന്യൂക്ലിക് ആസിഡ്സിനെയും പ്രോട്ടീൻസിനെയും ഡിനേച്ചർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് ആൻഡ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഓക്കെ, സോ ദീസ് ആർ ദി important mechanism of fixation. Now, question number 4, an example of a simple fixative. Option A, Bowen's fluid, B, formalin,
C clutch fluid and D gender's fluid. അപ്പോൾ സിമ്പിൾ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് കണ്ടെയ്ൻസ് എ സിംഗിൾ കോമ്പോണൻസ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മോർ ദാൻ 2 കോമ്പോണൻസ് ഉണ്ടാവും. അതായത് ഒരു കോമ്പോസിഷൻ ആയിരിക്കും കോമ്പൗണ്ട് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇതിലുള്ള ബോബിൻസ് ഫ്ലൂയിഡ് ആയാലും ക്ലർക്സ് ഫ്ലൂയിഡ് ആയാലും ജെൻഡേഴ്സ് ഫ്ലൂയിഡ് ആയാലും ഒക്കെ കോമ്പൗണ്ട് ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ 2 കോൺസ്റ്റിറ്റ്യൂവൻസ്. വെറാസ് ഫോർമലിൻ അതുപോലെ തന്നെ അസറ്റോൺ, മെത്തനോൾ, എത്തനോൾ, ഗ്ലൂട്രാൽഡിഹൈഡ്, അസിറ്റിക് ആസിഡ്, ട്രൈക്ലോറോഅസിറ്റിക് ആസിഡ്, ഓസ്മിയം ടെട്രോക്സൈഡ് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ഫിക്സേറ്റീവ് ആണ്. ബിക്കോസ് അത് സിംഗിൾ കോമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Now question number 5, an example of a microanatomical fixative. Option A, Zenker's fluid, B, formol-saline, C, cold acetone, and D, both A and B. Okay, so ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് സെങ്കേഴ്സ് ഫ്ലൂയിഡ് ആയാലും ഫോർമൽ-സെലൈൻ ആയാലും നമുക്ക് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കോൾഡ് അസറ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആണ് കോൾഡ് അസറ്റോൺ. നമ്മൾ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് കോൾഡ് അസറ്റോൺ എന്നുള്ളത്. സോ സെങ്കേഴ്സ് ഫ്ലൂയിഡും അതുപോലെ തന്നെ ഫോർമൽ-സെലൈനും മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് ആണ്. മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂടെ അനാറ്റമി പ്രിസർവ് ചെയ്യുക and the relation between the tissue layers പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അങ്ങനെ നോക്കുന്ന സമയത്ത് there are different types of fixative. ഫിക്സേറ്റീവിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ അങ്ങനെയാണ് വരുന്നത്. മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എന്നുള്ളത് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആണ്. ഹിസ്റ്റോകെമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ടിഷ്യൂവിന്റെ അകത്തുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതായത് എൻസൈംസ് ഒക്കെ പോലെയുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസിനെ പ്രിസർവ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സിനെയാണ് നമ്മൾ ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബഫേർഡ് ന്യൂട്രൽ ഫോർമലിൻ, അതുപോലെ തന്നെ കോൾഡ് അസറ്റോൺ, ഈ ഓപ്ഷനിലുള്ള കോൾഡ് അസറ്റോൺ, പിന്നെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ആണ്. സൈറ്റോളജിക്കൽ എന്ന് പറയുമ്പോൾ ഒരു സെല്ലിന്റെ പല കോൺസ്റ്റിറ്റ്യൂവൻസിനെ പ്രിസർവ് ചെയ്യാം. സോ നമുക്കറിയാം ഒരു സെല്ലിന്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂക്ലിയസും ഒന്ന് സൈറ്റോപ്ലാസും ആണ്. സോ സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ന്യൂക്ലിയർ ഫിക്സേറ്റീവ് ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്. ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് കാർനോയ്സ് ഫ്ലൂയിഡ്, ക്ലർക്സ് ഫ്ലൂയിഡ്, ഫ്ലെമിംഗ്സ് ഫ്ലൂയിഡ്, ന്യൂകമ്മേഴ്സ് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയർ ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. അതേസമയം സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ് ചാമ്പീസ് ഫ്ലൂയിഡ്, റെഗ്വാർഡ്സ് ഫ്ലൂയിഡ്, മുള്ളേഴ്സ് ഫ്ലൂയിഡ്, ഷൗഡൻസ് ഫ്ലൂയിഡ്, ഫോർമോൾ-സെലൈൻ, ഫോർമോൾ കാൽഷ്യം എന്നുള്ളതൊക്കെ സൈറ്റോപ്ലാസ്മിക് ഫിക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. സോ ഫിക്സേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഏത് കാറ്റഗറിയിലാണ് ഈ ഫിക്സേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Okay, now question number 6. Solid form of formaldehyde is called option A, formalin, B, paraformaldehyde, C, formaldehyde gas, and D, none of the above. So formaldehyde സോളിഡ് ഫോമിനെ എന്താണ് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ദി ആൻസർ ഈസ് പാരാഫോർമാൽഡിഹൈഡ്. സോ ഫോർമാൽഡിഹൈഡ് ഓർ ഫോർമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഫോർമാലിൻ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മൾ ലബോറട്ടറിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമലിൻ ആണ്. സോ എങ്ങനെയാണ് 10% ഫോർമലിൻ നമ്മൾ ഉണ്ടാക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ 10 ml ഫോർമലിൻ എടുത്തിട്ട് 100 ml അല്ലെങ്കിൽ 90 ml 90 ml വാട്ടർ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ് 10% എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഫോർമാലിന്റെ കേസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. സോ ഫോർമാലിന്റെ കേസിലുള്ള ബേസിക് തിങ് ടു നോട്ട് ഇസ് ദാറ്റ് 40% ഫോർമാൽഡിഹൈഡ് ഗ്യാസിനെ 100 വെയിറ്റ് പെർ വോളിയം ഓഫ് ഡിസ്റ്റിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് 100% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്, ഓർ ഫോർമാലിൻ എന്ന് പറയുന്നത്. ആ 100% ഫോർമാലിൻ സൊല്യൂഷനിൽ നിന്നും 10 ml എടുത്തിട്ട് 90 ml ഡിസ്റ്റിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താലാണ് നമുക്ക് 10% ഫോർമാലിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫോർമാൽഡിഹൈഡിന്റെ അല്ലെങ്കിൽ ഫോർമാലിൻ ഫിക്സേറ്റീവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ് ഏജന്റ് ആണ്. ദെൻ ഫോർമാലിൻ കുറച്ച് സമയം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വഴി അത് എയറുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇറ്റ് ടേൺസ് അസിഡിക് ആയിട്ട് മാറുന്നു. അങ്ങനെ ഫോമിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമലിൻ അസിഡിക് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോമിക് ആസിഡ് ആണ്. ഓക്കെ, പിന്നെ ഫോർമാലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ് നന്നായി ഇന്റൻസിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് ഫോർമലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ്. സോ ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ്ങിനെ ഇന്റൻസിഫൈ ചെയ്യുന്നത് ഫോർമാലിനും ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഓസ്മിയം ടെട്രോക്സൈഡും ആണെന്നുള്ളത് ഓർക്കാം.
Now question number 7. Which of the following fixative is used in electron microscopy? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ എല്ലാത്തിനും ഒരു സ്പെഷ്യാലിറ്റി ആണ്. എല്ലാം ഡിഫറെന്റ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ. സോ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഓരോരോ പ്രോസസ്സ് ചർച്ച ചെയ്യുന്ന സമയത്തും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചിട്ട് തന്നെ പോകാം. ഓക്കെ, സോ ഹിയർ ദി ഓപ്ഷൻസ് ആർ ഫോർമലിൻ, ഓസ്മിയം ടെട്രോക്സൈഡ്, ഗ്ലൂട്ടാൽഡിഹൈഡ് ആൻഡ് മെർക്യൂറി ക്ലോറൈഡ്. സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്ലൂട്ടാൽഡിഹൈഡ്. ആൻഡ് ഗ്ലൂട്ടാൽഡിഹൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഒരു പ്രോട്ടീൻ ക്രോസ് ലിങ്കിങ് ഏജന്റ് ആണ്. പിന്നെ നമ്മൾ ഗ്ലൂട്ടാൽഡിഹൈഡ് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2.5 to 4% സൊല്യൂഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലെ ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗ്ലൂട്ടാൽഡിഹൈഡ് ആണ്. അപ്പൊ നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് എങ്ങനെ പറയും? ഓസ്മിയം ടെട്രോക്സൈഡ് ഇസ് ദ സെക്കൻഡറി ഫിക്സേറ്റീവ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അങ്ങനെ തന്നെ ചോദിക്കും, സെക്കൻഡറി ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഓസ്മിയം ടെട്രോക്സൈഡ്. പിന്നെ ഓസ്മിയം ടെട്രോക്സൈഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹെമറ്റോക്സിലിൻ സ്റ്റെയിനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് കൂടിയാണ് ഓസ്മിയം ടെട്രോക്സൈഡ്. Now question number 8. Which of the following fixative renders the tissue radio opaque? അതായത് ഫിക്സേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂവിനെ റേഡിയോ ഒപ്പേക്ക് ആയി മാറ്റുന്ന ഫിക്സേറ്റീവ് ഏതാണ്? ഓപ്ഷൻ എ ഗ്ലൂട്ടാൽഡിഹൈഡ്, B picric acid, C osmium tetroxide and D mercury chloride. So the answer is mercury chloride. So mercury chloride ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിഷ്യൂ റേഡിയോ ഒപ്പേക്ക് ആകും. അതുകൊണ്ടാണ് നമ്മൾ മെർക്യൂറി ക്ലോറൈഡിൽ ഫിക്സ് ചെയ്ത ടിഷ്യൂ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകാൽസിഫിക്കേഷന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ക്ലാസ്സിൽ ഡീകാൽസിഫിക്കേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ മെർക്യൂറി ക്ലോറൈഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് എൻ ഇൻടോളറന്റ് ഫിക്സേറ്റീവ്. മെർക്യൂറി ക്ലോറൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് എല്ലാം ഇൻടോളറന്റ് ഫിക്സേറ്റീവ് ആണ്. അതുപോലെ തന്നെ റേഡിയോ ഒപ്പേക്ക് ആയി ടിഷ്യൂനെ റെൻഡർ ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ്. പിന്നെ ഇതുപോലെ പിക്രിക് ആസിഡ് ഒരു ഓപ്ഷൻ ആയി കൊടുത്തിട്ടുണ്ട്. പിക്രിക് ആസിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ആണ് പിക്രിക് ആസിഡ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് അണ്ടർ വാട്ടറിൽ ഡാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിക്രിക് ആസിഡിനെ സൂക്ഷിക്കുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following fixative does not contain picric acid? Option A Roseman's fluid, option B Genter's fluid, option C Helly's fluid and option D Bowen's fluid. So picric acid containing fixatives ന്റെ പേര്, mercuric acid containing fixative ന്റെ പേര് പഠിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പിക്രിക് ആസിഡ് അടങ്ങുന്ന ഫിക്സേറ്റീവ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റോസ്മാൻസ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ജെൻഡേഴ്സ് ഫ്ലൂയിഡ് വരുന്നുണ്ട്, ബോബിൻസ് ഫ്ലൂയിഡ് വരുന്നുണ്ട്. സോ നമ്മളെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞെങ്കിൽ പിക്രിക് ആസിഡ് ഇല്ലാത്ത ഫിക്സേറ്റീവ് ഏതാണെന്നാണ്. സോ ദി ആൻസർ ഈസ് ഹെല്ലീസ് ഫ്ലൂയിഡ്. ഹെല്ലീസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മെർക്യൂറിക് സോൾട്ട് കണ്ടെയ്നിങ് മെർക്യൂറിക് ക്ലോറൈഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ് ആണ് ഹെല്ലീസ് ഫ്ലൂയിഡ്. സോ വാട്ട് ആർ ദി അതർ മെർക്യൂറിക് ക്ലോറൈഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവ്? ഒന്ന് ബഫേർഡ് ഫോർമാൽഡിഹൈഡ് സബ്ലിമേറ്റ്, സെങ്കേഴ്സ് ഫ്ലൂയിഡ്, then ഹെല്ലീസ് ഫ്ലൂയിഡ്, B5 ഫിക്സേറ്റീവ്, AZF ഫിക്സേറ്റീവ്, അതുപോലെ തന്നെ ഹെയ്ഡൻഹെയിം സൂസ. ഇതെല്ലാം മെർക്യൂറി ക്ലോറൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് ആണ്. സോ പിക്രിക് ആസിഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവിന്റെ പേരും നമ്മൾ പഠിച്ചു, മെർക്യൂറി ക്ലോറൈഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവിന്റെ പേരും നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 10. The reagent used for post chromatization is option A 2% calcium chloride, B 3% potassium permanganate, C 3% potassium dichromate and D all of the above. So post chromatization പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഫിക്സേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പോസ്റ്റ് ക്രോമറ്റൈസേഷൻ. അതിന് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3% പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ഇതിൽ 12 to 24 hours സെക്ഷൻസിനെ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പോസ്റ്റ് ക്രോമറ്റൈസേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് സെക്കൻഡറി ഫിക്സേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസിലാണെങ്കിൽ ടിഷ്യൂസിനെ പ്രൈമറി ഫിക്സേഷൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടാൽഡിഹൈഡിലും സെക്കൻഡറി ഫിക്സേഷൻ എന്ന് പറയുന്നത് ഓസ്മിയം ടെട്രോക്സൈഡിലുമാണ്. അതേപോലെ തന്നെ ബഫേർഡ് ഫോർമാലിനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ടിഷ്യൂവിനെ നമ്മൾ സെക്കൻഡറി ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെർക്യൂറി ക്ലോറൈഡ് ആണ്. സോ സെക്കൻഡറി ഫിക്സേഷൻ ആൻഡ് പോസ്റ്റ് ക്രോമറ്റൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. Now question number 11. Fixative recommended for enzyme histochemistry is option A Carnot's fluid, B glutaraldehyde, C cold formol calcium and D mercury chloride. So enzyme histochemistry in the video നമ്മൾ തിയററ്റിക്കലി ഫുൾ വീഡിയോ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണെന്നാണ്. സോ ചില സ്പെഷ്യൽ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സിന്റെ പേര് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എൻസൈം ഹിസ്റ്റോകെമിസ്ട്രിക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൾഡ് ഫോർമോൾ കാൽഷ്യം ആണ്. ഓക്കെ, കോൾഡ് ഫോർമോൾ കാൽഷ്യം ഈ ഓപ്ഷനിൽ കോൾഡ് ഫോർമോൾ കാൽഷ്യം ആണ്. അതുപോലെ തന്നെ കോൾഡ് അസറ്റോൺ നമ്മൾ പറഞ്ഞിരുന്നു
പറഞ്ഞിരുന്നു. എൻസൈംസിനെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് കോൾഡ് അസറ്റോൺ എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റോകെമിക്കൽ ഫിക്സേറ്റീവിൽ വരുന്നതാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്രാൽഡിഹൈഡും അതുപോലെ തന്നെ ഓസ്മിയം ടെട്രോക്സൈഡും. പിന്നെ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസിൽ നമ്മൾ അങ്ങനത്തെ ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യുക. അവിടെ അൺഫിക്സ്ഡ് ആയിട്ടുള്ള ക്രയോസ്റ്റാറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസിൽ ഉപയോഗിക്കുന്നത്. സോ ഇത്തരം പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. നൗ സെലക്ട് ദ കറക്റ്റ് ഓർഡർ ഓഫ് ടിഷ്യൂ പ്രോസസിംഗ്. ഇപ്പൊ ടിഷ്യൂ പ്രോസസിംഗിന്റെ ഓർഡർ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ ഫിക്സേഷൻ, ഇംപ്രിഗ്നേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്. ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ഇംപ്രിഗ്നേഷൻ, ക്ലിയറിംഗ്. ഡീഹൈഡ്രേഷൻ, ഫിക്സേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ. ആൻഡ് ഡി ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ. ഇതാണ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. സോ ഫിക്സേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് കാൽസിഫൈഡ് ബിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് ഡീകാൽസിഫിക്കേഷൻ എന്നുള്ളത്. അപ്പൊ ഡീകാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ടിഷ്യൂസിനും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബോണ്, ടീത്ത് അങ്ങനെയുള്ള ഹാർഡ് കാൽസിഫൈഡ് ബിറ്റ്സ് ഒക്കെ ഉള്ള ടിഷ്യൂസ് ആണെങ്കിൽ മാത്രം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയറ്റ് പ്രോസസ്സാണ് ഡീകാൽസിഫിക്കേഷൻ. സോ ഡീകാൽസിഫിക്കേഷനിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഡീകാൽസിഫിക്കേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിമിലർലി ഡീഹൈഡ്രേഷൻ അതുപോലെ തന്നെ ക്ലിയറിംഗ് ഇതിനെല്ലാം പറ്റി ഞാൻ അതിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അറിയണം എന്താണ് ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ടിഷ്യൂവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഫിക്സ് ചെയ്യുക, അതായത് ഫിസിക്കൽ സ്റ്റേറ്റ് ആസ് വെൽ ആസ് കെമിക്കൽ സ്റ്റേറ്റിൽ അതിനെ ഫിക്സ് ചെയ്യുക. സോ ദാറ്റ് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സിംഗ്, അതായത് ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രിഗ്നേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫ്ലൂയിഡ്സ് ആ ടിഷ്യൂയിലേക്ക് ഇറങ്ങി പോകാനുള്ളതാണ്. സോ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള ടിഷ്യൂസ് എല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടിഷ്യൂസിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫിക്സേറ്റീവിന്റെ ഐഡിയൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 15 to 20 ടൈംസ് ദാൻ ദാറ്റ് ഓഫ് ദ സ്പെസിമെൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂവിന്റെ ഒരു 15 to 20 ടൈംസ് ആയിരിക്കണം ഫിക്സേറ്റീവിന്റെ വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ്. സോ ഫിക്സേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റിനെ നമ്മൾ എക്വസ് ഫിക്സേറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% ഫോർമാലിൻ ഒക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു എക്വസ് ഫിക്സേറ്റീവ് ആണ്, അതായത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് ആണ്. സോ വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് ഡീഹൈഡ്രേറ്റ്. ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ ടിഷ്യൂസ്. ആൻഡ് ഡീഹൈഡ്രേഷന് കോമൺ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. ആൽക്കഹോളിന്റെ 3 കോൺസിക്യൂട്ടീവ് സക്സസീവ് സീരീസ് ഓർ ഗ്രേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളിനെ റിമൂവ് ചെയ്യാം. ഓരോരോ സ്റ്റേജിലും നമ്മൾ മുന്നേ ഉള്ള ആളെ റിമൂവ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ക്ലിയറിംഗ് എന്ന് പറയുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റിനെ റിമൂവ് ചെയ്യുക, അതായത് ആൽക്കഹോളിനെ ടിഷ്യൂവിൽ നിന്നും റീപ്ലേസ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് ഇംപ്രിഗ്നേറ്റിംഗ് മീഡിയൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനെ അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് നമ്മൾ ക്ലിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ക്ലിയറിംഗിന് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈലിൻ ആണ്. ആൻഡ് ക്ലിയറിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഏജന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്ലിയറിംഗ് ഏജന്റ് ഷുഡ് ബി വിസിബിൾ വിത്ത് ബോത്ത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആസ് വെൽ ആസ് ദി ഇംപ്രിഗ്നേറ്റിംഗ് മീഡിയം. ഓക്കെ, ഇംപ്രിഗ്നേറ്റിംഗ് മീഡിയം ആയിട്ടും ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റുമായിട്ടും രണ്ടായിട്ടും സോല്യൂബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ക്ലിയറിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇംപ്രിഗ്നേഷൻ ആണ്. ഇംപ്രിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയറിംഗ് ഏജന്റ്, അതായത് സൈലിനെ റിമൂവ് ചെയ്തിട്ട് എന്തിനെ പാരഫിൻ വാക്സ്, മോൾട്ടൻ പാരഫിൻ വാക്സ് വെച്ചിട്ട് ടിഷ്യൂനെ ഇൻഫിൽട്രേറ്റ് ചെയ്യിപ്പിക്കുക. ആ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഹാർഡൻ ചെയ്യുന്ന സമയത്ത് there will be ഇംപ്രിഗ്നേഷൻ. ഓക്കെ, ഇംപ്രിഗ്നേഷൻ ഓഫ് പാരഫിൻ വാക്സ് വിത്തിൻ ദ ടിഷ്യൂ. അങ്ങനെ ടിഷ്യൂ ഹാർഡൻ ആകുന്നു, സോ ദാറ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ കട്ടിംഗ് ആൻഡ് എംബഡിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ടിഷ്യൂ പ്രോസസിംഗിന്റെ ഓർഡർ എന്ന് പറയുന്നത്. Now, question number 13, best clearing agent which is used in research purposes. Research purposes എല്ലാം യൂസ് ചെയ്യുന്ന ക്ലിയറിംഗ് ഏജന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ക്ലോറോഫോം, സൈലിൻ, സെഡാവുഡ് ഓയിൽ ആൻഡ് ബെൻസീൻ. സോ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലിയറിംഗ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാം, ഇറ്റ് ഇസ് സൈലിൻ. ബട്ട് ദ ബെസ്റ്റ് ക്ലിയറിംഗ് ഏജന്റ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ റിസർച്ച് പർപ്പസസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സെഡാർവുഡ് ഓയിൽ. സോ സെഡാർവുഡ് ഓയിൽ ഇസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ദ ക്ലിയറിംഗ് ഏജന്റ്. ബട്ട് അത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ കോമൺലി യൂസിൽ വരുത്തുന്നില്ല എന്ന് മാത്രം. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സൈലിൻ ആണ്. ക്ലോറോഫോമും യൂസ് ചെയ്യാറുണ്ട്. ക്ലോറോഫോം ഒരു നല്ല ടോളറന്റ് ആയിട്ടുള്ള ഒരു ക്ലിയറിംഗ് ഏജന്റ് ആണ്. ആൻഡ് ഓവർനൈറ്റ് നമുക്ക് ക്ലോറോഫോമിൽ പ്ലേസ് ചെയ്ത് പോകാം. പക്ഷേ ക്ലോറോഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു ടോക്സിക് ഗ്യാസ് അവിടെ
എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലോറോഫോം. പിന്നെ അതുപോലെ ബെൻസീൻ വളരെ കാർസിനോജനിക് ആണ്. അതേപോലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജന്റ് ഏതാണെന്നുള്ളത്. സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് propylene oxide. Propylene oxide is the clearing agent which is used in electron microscopy. പിന്നെ പറയുന്ന സിഡാഗുഡ് ഓയിൽ. സിഡാഗുഡ് ഓയിൽ റിസർച്ച് പർപ്പസസിനാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ബട്ട് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ദ ക്ലിയറിംഗ് ഏജന്റ്. പിന്നെ ക്ലിയറിംഗ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻഡ് പോയിന്റ് ഓഫ് ക്ലിയറിംഗ് എങ്ങനെ നോക്കും? ടിഷ്യൂന്റെ ട്രാൻസ്പെറൻസി നോക്കിയാൽ മതി. ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂന്റെ ട്രാൻസ്പെറൻസി നോക്കിയിട്ടാണ് നമ്മൾ ക്ലിയറിംഗിന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Now question number 14, commonly used impregnating medium in histopathology: liquid paraffin, paraffin wax, microcrystalline wax and paraplast. So commonly നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? പാരഫിൻ വാക്സ് ആണ്. ഇംപ്രഗ്നേറ്റിംഗ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് പാരഫിൻ വാക്സ് ആണ്. മോൾട്ടൺ പാരഫിൻ വാക്സ്, അതായത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 56 to 62 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് melting point of paraffin wax, which is routinely used in histopathology. ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റുട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്ന മോൾട്ടൺ പാരഫിൻ വാക്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് 56 to 62 ഡിഗ്രി സെന്റിഗ്രേഡ്. അതുപോലെ മൈക്രോ ക്രിസ്റ്റലൈൻ വാക്സ് എന്ന് പറയുമ്പോൾ അതിന് 90 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെയാണ് മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നതിനനുസരിച്ച് വാക്സിന്റെ ഹാർഡ്നെസ് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പാരാപ്ലാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു impregnating medium ആണ്, which is having melting point of 56 to 58 degree centigrade. Superior quality sections provide ചെയ്യുന്ന ഒരു impregnating medium ആണ് പാരാപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സോഫ്റ്റ് ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ലോ മെൽറ്റിംഗ് പോയിന്റ് വാക്സിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹാർഡ് ടിഷ്യൂസ് ആണെങ്കിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് വാക്സിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നതിനനുസരിച്ച് വാക്സിന്റെ ഹാർഡ്നെസ്സും കൂടുന്നുണ്ട്. അതേപോലെ മെൽറ്റിംഗ് പോയിന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് പ്ലാസ്റ്റിക് പോയിന്റ്. പ്ലാസ്റ്റിക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിന്റെ 10 ഡിഗ്രി സെന്റിഗ്രേഡ് ബിലോ ആണ്. ഓക്കെ, മൈക്രോ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ് എല്ലാം നടക്കുന്ന ഒരു ടെമ്പറേച്ചർ ആണ് പ്ലാസ്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. Now the last question, for delicate tissues the first grade of dehydrating agent is usually, delicate tissues ആണെങ്കിൽ, അതായത് എംബ്രിയോണിക് ടിഷ്യൂസ് ഒക്കെ പോലെയുള്ള ടിഷ്യൂസ് ആണെങ്കിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഓഫ് ആൽക്കഹോൾ എത്രയായിരിക്കണം? ഡീഹൈഡ്രേഷനിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 70%, 30%, 80%, 60%. സോ റുട്ടീൻ യൂസിൽ നമ്മൾ 70% ആൽക്കഹോൾ ആണ് ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എംബ്രിയോണിക് ടിഷ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ 30% ആൽക്കഹോൾ ആണ് ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ആൽക്കഹോൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഡീഹൈഡ്രേഷനെ കുറിച്ചിട്ടും നമ്മൾ ആ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിസ്റ്റോപത്തോളജിയിൽ അപ് ടു ഡീഹൈഡ്രേഷൻ ഓർ അപ് ടു ടിഷ്യൂ പ്രോസസിംഗ് വരെ പറയാനുള്ളത്. And അടുത്ത video on histopathology will start from embedding. Okay, so thank you.